നമസ്തേ. ഇന്ന് ഒരു സുഭാഷിതം നമുക്ക് നോക്കാം. കുചേലിനം ദന്തമലോപധാരിണം ബഹുവാശിനം നിഷ്ഠുരവാക്യഭാഷിണം സൂര്യോദയേ ചാസ്തമയേ ച ശായിനം വിമുഞ്ചതി ശ്രീരവി ചക്രപാണിനം. ഇതിന്റെ അർത്ഥം, മലിനവസ്ത്രധാരിയും പല്ലു തേക്കാത്തവനും അധികം സംസാരിക്കുന്നവനും മോശമായി സംസാരിക്കുന്നവനും സൂര്യോദയത്തിലും അസ്തമയത്തിലും ഉറങ്ങുന്നവനും അത് വിഷ്ണുവായാൽ പോലും ലക്ഷ്മി ദേവി അവനെ ഉപേക്ഷിക്കും. ഈ സുഭാഷിതത്തിലെ ക്രിയാപദം വിമുഞ്ചതി എന്നാണ്. ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഉപേക്ഷിക്കും എന്ന് സാഹചര്യമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആര് ഉപേക്ഷിക്കും? ആരാണ് ഉപേക്ഷിക്കുക? ശ്രീഹി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി കൂടി. ഓക്കെ. വിമുഞ്ചതി കാ വിമുഞ്ചതി, ആരാണ് ഉപേക്ഷിക്കുക? ശ്രീഹി അപി വിമുഞ്ചതി. അപ്പൊ ഇവിടെ ശ്രീഹി എന്നത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് കാ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇനി കം വിമുഞ്ചതി, ശ്രീരപി കം വിമുഞ്ചതി. ശ്രീരപി ചക്രപാണിനം വിമുഞ്ചതി. മഹാലക്ഷ്മി വിഷ്ണുവിനെ ഉപേക്ഷിക്കും. അതാണ് ചക്രപാണിനം. ചക്രം പാണൗ യസ്യ സഹ ചക്രപാണിഹി മഹാവിഷ്ണു. ഓക്കെ. അപ്പോ ശ്രീഹി കം വിമുഞ്ചതി, ശ്രീഹി ചക്രപാണിനം വിമുഞ്ചതി. ഇനി ബാക്കിയെല്ലാം ഓരോ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കീദൃശം കുർവന്തം വിമുഞ്ചതി ശ്രീരവി, എങ്ങനെ ചെയ്യുന്നവനെയാണ് മഹാലക്ഷ്മി ഉപേക്ഷിക്കുന്നത്? സൂര്യോദയേച്ച അസ്തമയേച്ച ശായിനം, സൂര്യോദയത്തിലും അസ്തമയത്തിലും കിടക്കുന്നവനെ ആരുപേക്ഷിക്കും? ശ്രീ മഹാലക്ഷ്മി ഉപേക്ഷിക്കും. ഇനി പുനഃ കീദൃശം കുർവന്തം വിമുഞ്ചതി, വീണ്ടും എങ്ങനെ ചെയ്യുന്നവനെയാണ് ഉപേക്ഷിക്കുന്നത്? അപ്പൊ ഇവിടെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് അല്ലെ. അപ്പൊ അവിടെയെല്ലാം ഈ പുനഃ കീദൃശം കുർവന്തം വിമുഞ്ചതി എന്ന ചോദ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. പുനഃ കീദൃശം കുർവന്തം വിമുഞ്ചതി നിഷ്ഠുരവാക്യഭാഷിണം, ക്രൂരമായി സംസാരിക്കുന്നവനെയും മഹാലക്ഷ്മി ഉപേക്ഷിക്കും. പുനഃ കീദൃശം കുർവന്തം വിമുഞ്ചതി ബഹുവാശിനം, ഒരുപാട് സംസാരിക്കുന്നവനെയും ഉപേക്ഷിക്കും. പുനഃ കീദൃശം കുർവന്തം വിമുഞ്ചതി ദന്തമലോപധാരിണം, ദന്തശുദ്ധീകരണത്തിൽ വിമുഖത കാണിക്കുന്നവനെ, അതായത് പല്ലു തേക്കാത്തവനെയും മഹാലക്ഷ്മി ഉപേക്ഷിക്കും. പുനഃ കീദൃശം കുർവന്തം വിമുഞ്ചതി കുചേലിനം, കുത്സിതം ചേലം, അതാണ് കുചേലം, തം കുചേലിനം. അപ്പൊ ഇവിടെ മലിനമായ വസ്ത്രം ധരിക്കുന്നവനെയും മഹാലക്ഷ്മി ഉപേക്ഷിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ അന്വയം എങ്ങനെ എഴുതാം? ഈ താഴ്ന്ന് അങ്ങനെ മുകളിലേക്ക് എഴുതിയാൽ മതി. അപ്പൊ അന്വയമായി. കുചേലിനം ദന്തമലോപധാരിണം ബഹുവാശിനം നിഷ്ഠുരവാക്യഭാഷിണം സൂര്യോദയേ ചാസ്തമയേ ശായിനം ചക്രപാണിനം അപി ശ്രീഹി വിമുഞ്ചതി.
ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ചക്രപാണിയാണെങ്കിൽ കൂടി മഹാലക്ഷ്മി അദ്ദേഹത്തെ ഉപേക്ഷിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവയിലെ പദങ്ങളുടെ അന്തലിംഗ വചന വിഭക്തി ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, കുചേലിനം, ദന്തമലോപധാരിണം, ബഹുവാഷിനം, നിഷ്ഠുരവാക്യ ഭാഷിണം, ശായിനം, ചക്രപാണിനം, ഇതെല്ലാം നകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളാണ്. നകാരാന്ത പുല്ലിംഗ ദ്വിതീയ വിഭക്തി ഏകവചന ശബ്ദങ്ങളാണ്. അതെല്ലാം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുചേലിൻ ശബ്ദമാണ്, ദന്തമലോപധാരിൻ ശബ്ദ, ബഹുവാഷിൻ ശബ്ദ, നിഷ്ഠുരവാക്യ ഭാഷിൻ ശബ്ദ, അതുപോലെ ഷായിൻ ശബ്ദ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളാണ്. ഇനി അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളാണ് സൂര്യോദയ, അസ്തമയ. അതിൻ്റെ സപ്തമി വിഭക്തിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഏകവചനം. അതുപോലെ ച എന്നത് അവ്യയം, അപി എന്നതും അവ്യയമാണ്. ഓക്കെ.